പിന്നെ വേറെ കാര്യം പറയുന്നത് വെച്ചാൽ ഇവർക്ക് തന്നെ ഇവരുടെ സ്റ്റിക്കർ വർക്കിംഗ് ഷോപ്പുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അവരുടെ ഷോപ്പിൽ സ്റ്റിക്കർ വർക്കിംഗ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞൊരു ഹെൽമെറ്റാണിത്. അപ്പോൾ ഇതെൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ ഷോപ്പാണ്. ഷോപ്പിൻ്റെ പേര് ബ്ലേസ് ഓട്ടോമോട്ടീവ് സ്റ്റൈലിംഗ്. തൃശ്ശൂർ കൊടുങ്ങല്ലൂർ എക്സമ്പൂർ എന്ന് പറഞ്ഞ സ്ഥലത്തുള്ള ഷോപ്പാണ്. അപ്പോൾ നമുക്ക് ഷോപ്പിലേക്ക് കയറിയിട്ട് നമുക്ക് കാര്യങ്ങളൊക്കെ നോക്കാം. അപ്പോൾ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ഒരാളാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഹെൽമെറ്റ് പരിചയപ്പെടുത്താൻ പോകുന്നത് എൻ്റെ ഫ്രണ്ട് അജു എന്ന് പറഞ്ഞ ആളാണ്. അപ്പോൾ നമുക്ക് ഏറ്റവും ചെറിയൊരു ഹെൽമെറ്റും കുട്ടികളുടെ ഹെൽമെറ്റും കാര്യങ്ങളുണ്ട്. പിന്നെ ഏകദേശം ഒരു 2000 രൂപ താഴെ വരുന്ന മോഡൽസാണ് ഈ ഹെൽമെറ്റ്സും കാര്യങ്ങളൊക്കെ. അപ്പോൾ ഇതും കാര്യങ്ങളൊക്കെ പരിചയപ്പെടുത്തിയതിന് ശേഷം അജു നമുക്ക് കുറച്ച് ബ്രാൻഡഡായിട്ടുള്ള ഹെൽമെറ്റ്സും കാര്യങ്ങളൊക്കെ പരിചയപ്പെടുത്തി തരുന്നതായിരിക്കും. അപ്പോൾ ഈ സെക്ഷനിൽ ഏകദേശം ഒരു 700 രൂപ സ്റ്റാർട്ടിങ് ഉണ്ട് ഈ സെക്ഷനിലുള്ള ഹെൽമെറ്റും കാര്യങ്ങളൊക്കെ. ഇപ്പോൾ റോയൽ എൻഫീൽഡിൻ്റെ ഹെൽമെറ്റും കാര്യങ്ങളൊക്കെ ഒരു 985 രൂപ അടുത്ത് റേറ്റ് വരുന്നുള്ളൂ. പിന്നെ അതിൻ്റെ തന്നെ വേറെ മോഡലാണ്, കുറച്ച് ഗ്രാഫിക്സും കാര്യങ്ങളൊക്കെ വരുന്ന മോഡലാണ്. കുറച്ച് ഇതിനൊരു 1000 ആ റേഞ്ചൊക്കെയാണ് റേറ്റും കാര്യങ്ങളൊക്കെ. അപ്പം ISI മാർക്കും കാര്യങ്ങളൊക്കെ ഉള്ളതുണ്ട് എല്ലാ മോഡലും. പിന്നെ വരുന്നത് ഗൂഗിൾസ് വരുന്ന ഒരു ടൈപ്പ് ഹെൽമെറ്റും കാര്യങ്ങളൊക്കെയാണ്. ഇത് 1200 രൂപ ഏകദേശം റേറ്റും കാര്യങ്ങളൊക്കെ വരുന്നുള്ളൂ. അപ്പോൾ ഈ ഒരു സെക്ഷനിൽ അത്യാവശ്യം വിലക്കുറവിൽ അടിപൊളി ഹെൽമെറ്റും കാര്യങ്ങളൊക്കെ ഉള്ള സെക്ഷനാണ് ഈ ഒരു സെക്ഷൻ. റോയൽ എൻഫീൽഡിൻ്റെ മോഡൽ ഹെൽമെറ്റും കാര്യങ്ങളൊക്കെ, പിന്നെ ചിൻ കവറും കാര്യങ്ങളൊക്കെ ഉള്ളത്. പിന്നെ കിഡ്സിൻ്റെ ഒരു മോഡലുണ്ട്, അതായത് ഇതൊക്കെ കിഡ്സിന് ഹാഫ് മോഡൽ ടൈപ്പ് കാര്യങ്ങളൊക്കെയാണ്. പിന്നെ ഫുൾ കവറിങ് ഉള്ളതൊരു വെഗയുടെ ഒരു മോഡൽ ഒരു ഹെൽമെറ്റ് വരുന്നുണ്ട്. അപ്പോൾ ഇതിന് എത്ര റേറ്റ് വരുന്നുണ്ട്? ഏകദേശം 900 ആ റേഞ്ചൊക്കെ അല്ലേ? ഫുൾ കവർ വെഗയുടെ ISI മാർക്കൊക്കെ ഉള്ളതല്ലേ? അപ്പോൾ ഈ ഒരു മോഡൽ എന്ന് പറയുമ്പോൾ ഒരു 1300 രൂപ മുതൽ 2000 രൂപ ഇടയിൽ വരുന്ന കുറച്ച് ഹെൽമെറ്റും കാര്യങ്ങളൊക്കെയാണ്. അത്യാവശ്യം ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു ഹെൽമെറ്റും കാര്യങ്ങളൊക്കെയാണ്. ചെയിൻ പാഡും കാര്യങ്ങളും എല്ലാം ഉള്ള ഒരു മോഡലാണ് ഇതൊക്കെ. അത്യാവശ്യം ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ ISI മാർക്കും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു അടിപൊളി ഹെൽമെറ്റും കാര്യങ്ങളാണ് ഈ സെക്ഷനിൽ വരുന്നത്. അപ്പോൾ ഇത് തന്നെ ഒരു മോട്ടോക്രോസ് മോഡൽ കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് നോക്കാം. ഇതിന് റേറ്റ് വരുന്നത് 2000 രൂപയാണ് റേറ്റ് വരുന്നത്. വേഗയുടെ ബ്രാൻഡല്ലേ? ഡബിൾ വൈസറിംഗ് ഒക്കെ ഉള്ള ബ്രാൻഡാണല്ലേ? പാഡ് കാര്യങ്ങൾ ഇതും വേഗയുടെ മോഡൽ. അതെ, അതിനെത്ര റേറ്റ് വരുന്നുണ്ട്? അതിന് 200 രൂപ കുറവാണല്ലോ ഇതിനെക്കാട്ടി. 1800. ഓക്കെ, സിൽവറിൻ്റെ മോഡൽ പുതിയ മോഡലുകളല്ലേ? അതിന് 1900 റേഞ്ച്. ഓക്കെ, പിന്നെ റേറ്റ് കൂടിയാലും പിന്നെ ലേഡീസിന് ഹാഫ് മോഡലിന് കളർ ഒരുപാട് കളേഴ്സ് ഉണ്ടല്ലോ ഇതിനൊക്കെ. ഓക്കെ, ഇതെല്ലാനും ചിൻ പാഡില്ലാത്ത മോഡലുകളല്ലേ? എല്ലാനും ചിൻ പാഡും കാര്യങ്ങളൊക്കെ നിൽക്കാറുണ്ട് അല്ലേ? ഓക്കെ, 300 സ്റ്റാർട്ടിങ് അല്ലേ? ഇതിനകത്ത് റേറ്റ് വരുന്നുള്ളല്ലേ? കാണുമ്പോൾ ഒരു 5 രൂപ അടുത്ത് റേറ്റ് തോന്നിക്കുന്നുണ്ട് കാണുമ്പോൾ. എക്സോറിൻ്റെ തന്നെ അല്ലേ? ഇതെങ്ങനെ വൈസർ? ഡുവൽ വൈസറാണോ? സിംഗിൾ വൈസർ. കുഷൻ കാര്യങ്ങളൊക്കെ അടിപൊളിയാണല്ലേ? മാറ്റ് ഫിനിഷിംഗ് അല്ലേ? അതിൻ്റെ തന്നെ ഗ്ലോസ് ടൈപ്പല്ലേ അത്? ഡബിൾ വൈസർ. ഇതിനകത്ത് എത്ര റേറ്റ് വരുന്നുണ്ട്? 5 രൂപ. ഓക്കെ, SMKയുടെ വല്ല മോഡലുണ്ടോ? കഴിഞ്ഞിരിക്കണല്ലേ? ഓക്കെ, MT അല്ലേ? ഓക്കെ, MTയിൽ ഏറ്റവും റേറ്റ് കുറവ് എത്ര വരുന്നത്? സ്റ്റാർട്ടിങ് റേറ്റ് 4600 സ്റ്റാർട്ടിങ് വരുന്നുണ്ട്. 5700. പിന്നെ തണ്ടർ എന്ന് പറഞ്ഞിട്ട് ഡബിൾ വൈസർ, ഇതൊക്കെ വരുന്ന 6600. ഡബിൾ വൈസർ 6600 അല്ലേ? അതിൻ്റെ തന്നെ മാറ്റിങ്ങും മാറ്റ് ഷേപ്പ് മാറ്റ് ഷെയ്ഡിങ്ങും എല്ലാം ഉണ്ടല്ലോ. കളറിൻ്റെ മാറ്റ് ഗ്ലോസ് വരുന്നുണ്ട്. ഓക്കെ, ബ്രാൻഡിന് ആക്സസ് എന്ന് പറഞ്ഞാൽ 4700 റേഞ്ച് വരണം. അത്യാവശ്യം നല്ല മൂവിങ്ങുകളാണ്. മാനുഫാക്ചറിങ് കാണുന്ന ക്വാളിറ്റി ഉണ്ട്. ഡബിൾ വൈസർ അല്ല, സിംഗിൾ വൈസർ. സ്പോയിലറും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലേ?
അപ്പോൾ ഷോപ്പിനെ പറ്റി കാര്യങ്ങളൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ ഞാൻ ജസ്റ്റ് ഡിസ്ക്രിപ്ഷനിൽ നമ്പറും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ടാവും, അതിന് ഇൻസ്റ്റാൾ ഐഡിയും കൊടുത്തിട്ടുണ്ടാവും. ജസ്റ്റ് അത് നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അടിപൊളിയായിട്ട് മനസ്സിലാക്കാൻ സാധിക്കുന്നതായിരിക്കും. നിങ്ങൾക്ക് ഡയറക്റ്റ് കോൺടാക്ട് ചെയ്യാം കേട്ടോ. ജസ്റ്റ് പെയ്ഡ് പ്രൊമോഷൻ്റെ കാര്യങ്ങളൊന്നുമല്ല. അപ്പോൾ കുറച്ച് ഹെൽമെറ്റിൻ്റെ ആക്സസറീസും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവിടെ. സ്പൈക്ക് കാര്യങ്ങളില്ല. നമുക്ക് വണ്ടി കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇൻഡിക്കേറ്റർ, ബ്രേക്ക് ലൈറ്റ് വണ്ടി കണക്ട് ചെയ്യാൻ പറ്റും. ബ്ലൂടൂത്ത് ആണോ? ബ്ലൂടൂത്ത് അത് അടിഞ്ഞ് വന്നിട്ടുള്ള ഇതാണ്. വണ്ടി കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ വണ്ടി ലൈറ്റ് ഇട്ടാലും ഫുള്ള് ഇത് മാർക്കിംഗ് ആകും. അത് റൈറ്റ് ഇൻഡിക്കേറ്റർ റൈറ്റ് ആയിരിക്കും, ലെഫ്റ്റ് റൈറ്റ് കാര്യങ്ങൾ ലൈറ്റ് യൂസ് ചെയ്യാൻ പറ്റിയ സെറ്റ് ആയിരിക്കും. ഓക്കെ, എടുത്ത് കാട്ടിയാലും ഇതിങ്ങനെ കുറേ മോഡലുകളൊക്കെ വരുന്നുണ്ട്. ബാക്കിൽ സെറ്റ് ചെയ്തതിന് ശേഷം ഇത് ഈ യൂണിറ്റ് വണ്ടി കണക്ട് ചെയ്തതിന് ശേഷം അല്ലേ? ഓക്കെ, അതും വേണമല്ലേ ബ്ലൂടൂത്തും കാര്യങ്ങളൊക്കെ വരണേ? ഓ, ഗൂഗിൾസിനും കാര്യങ്ങളൊക്കെ എത്ര റേറ്റ് വരുന്നുണ്ട്? 650-600 റേഞ്ച് സ്റ്റാർട്ടിങ്. എത്ര ഐറ്റം കൂടിയ മോഡൽ ഏതാണ്? 1200 റേഞ്ചിലൊക്കെ ഉണ്ടല്ലേ? ഓക്കെ, പിന്നെ ഇപ്പം നമ്മുടെ കൊറോണ സീൻ കാരണം എല്ലാ കടയിലും മാസ്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. കൊറോണ സീനാണ്. മറ്റേ മുടി ഗേൾസിന് വേണ്ടിയിട്ട് വെക്കാണല്ലേ? ജസ്റ്റ് കുറച്ച് ഗ്ലൗസുകളും കാര്യങ്ങളൊക്കെയാണ്. പിന്നെ ജസ്റ്റ് ഇൻഡിക്കേറ്ററും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. ഇതൊക്കെ എത്ര റേറ്റ് വരുന്നുണ്ട് ഇൻഡിക്കേറ്ററൊക്കെ? 350 റേഞ്ച്. ഇതിന് ആ റേഞ്ചൊക്കെ തന്നെ അല്ലേ? അതിൻ്റെ ക്വാളിറ്റി എങ്ങനെ കാര്യങ്ങളൊക്കെ? കുഴപ്പമില്ല, അത്യാവശ്യം ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ ഉള്ള മോഡലാണല്ലേ? ജസ്റ്റ് ക്ലീനേഴ്സും കാര്യങ്ങൾ, ഹെൽമെറ്റുകൾ വേറെ ഷോപ്പിലുണ്ടല്ലേ? ഓക്കെ. പിന്നെ വേറെ കാര്യം പറയുന്നത് വെച്ചാൽ ഇവർക്ക് തന്നെ ഇവരുള്ള സ്റ്റിക്കർ വർക്കിംഗ് ഷോപ്പുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അത് ഞാൻ വീടിൻ്റെ അവസാനം കാര്യങ്ങൾ കാട്ടിത്തരാം. ഇപ്പോൾ ഇത് ജസ്റ്റ് സെറ്റാക്കിയതിന് ശേഷം അങ്ങോട്ട് പോകാം നമുക്ക്. ഇത് ഞാൻ പറഞ്ഞു, ഇത് അവരുടെ ഷോപ്പിൽ സ്റ്റിക്കർ വർക്കിംഗ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞൊരു ഹെൽമെറ്റാണിത്. ഹെൽമെറ്റ് സ്റ്റിക്കർ വർക്കിംഗ്, വണ്ടി, കാർ, എന്ത് വെള്ളം. ബ്ലാക്ക് നോർമൽ ഹെൽമെറ്റ് ആയിരുന്നല്ലേ? ഓക്കെ. ഇത് എത്ര റേറ്റ് വരുന്നുണ്ട് ഈ ഒരു റേഞ്ചിലൊക്കെ ആക്കിയെടുക്കാൻ? 2000 റേഞ്ച് റേറ്റ് വരുന്നുണ്ട്. 4 ദിവസത്തെ പണി ഉണ്ടല്ലോ, നല്ല വർക്കാണല്ലേ? ഓക്കെ. ഇതിന് സ്പോയിലേഴ്സും കാര്യങ്ങളും ഡബിൾ വൈസറാണോ? സിംഗിൾ വൈസർ അല്ലേ? ഓക്കെ. അത്യാവശ്യം ഫിനിഷിങ്, എയറോഡൈനാമിക് ഫിനിഷിംഗ് ആണല്ലോ മൊത്തം? ഫുൾ ഫൈബറിങ്, കാർബൺ ഫൈബറിങ് ആണല്ലേ? 18,500 റേറ്റ് വരണല്ലേ? ഡിസ്കൗണ്ട് കാര്യങ്ങളൊക്കെ ഉണ്ടോ? അല്ല, വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സെറ്റ് ചെയ്ത് തരാമല്ലേ? അപ്പോൾ നിങ്ങൾ ജസ്റ്റ് ഷോപ്പ് നിങ്ങൾ എടുത്താണെങ്കിൽ ജസ്റ്റ് ഒന്ന് വന്ന് വിസിറ്റ് ചെയ്ത് നോക്കാം. നിങ്ങൾക്ക് അത്യാവശ്യം ഡിസ്കൗണ്ടും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് ഹെൽമെറ്റുകൾ എടുക്കാവുന്നതാണ്. അപ്പോൾ ഇവിടെ കുറച്ച് ആക്സറീസും കാര്യങ്ങളൊക്കെ ഉള്ളൊരു വേറൊരു ഷോപ്പും കൂടി ഇവിടെ ഉണ്ട്. ഇത് നമ്മുടെ തൃശ്ശൂർ കൊടുങ്ങൽ തന്നെയാണ് സ്ഥലം. അപ്പോൾ കൊറോണ ഓക്കെ. അപ്പോൾ ഇവിടെ നമുക്ക് കാണാൻ ഹെൽമെറ്റ് കാര്യങ്ങളൊന്നും അല്ല ഈ ഷോപ്പിലുള്ളത്. മെയിനായിട്ട് ആക്സറീസും കാര്യങ്ങളൊക്കെയാണ്. ആക്സറീസ് അല്ലോ? ഓക്കെ. കുറച്ച് ഹാൻഡ് ഗാർഡ്, ഇത് സൂട്ട് NS കാര്യങ്ങളൊക്കെ അല്ലേ? വൈസറും കാര്യങ്ങളൊക്കെ ഡൊമിനറാണോ? ഓക്കെ. 240 റേറ്റ് വരണല്ലോ അല്ലേ? ഓക്കെ. ഇത് ഡൊമിനാർ വെക്കാറുണ്ട് കിട്ടാൻ വേണ്ടിയിട്ടല്ലേ? ഓക്കെ. ഹാൻഡിൽ ബാർമൊക്കെയുള്ള സാധനമല്ലേ? ലൈറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടാവില്ല. ഏത് കളറാണിത്? വൈറ്റ് കളർ അല്ലേ? ഇതിന് എത്ര റേറ്റ് വരുന്നുണ്ട് LED-ക്ക്? 520 രൂപ അല്ലേ? ഇത് അഡ്ജസ്റ്റബിൾ ആണോ? അഡ്ജസ്റ്റബിൾ ആണല്ലേ? JB റേസിംഗ് നല്ല ബ്രാൻഡാണോ? നല്ല ബ്രാൻഡാണ്. അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള ലൈറ്റുകളാണ്. അപ്പോൾ സ്റ്റാർട്ടിങ് വരുന്നത് 400 തുടങ്ങി സ്റ്റാർട്ടിങ് പറഞ്ഞാൽ ഈ മോഡൽ. ഓക്കെ. ഹിമാലയനൊക്കെ എല്ലാ വണ്ടിക്കും ഓഫ് റോഡ് വണ്ടികൾക്കൊക്കെ അത്യാവശ്യം വെളിച്ചവും കാര്യങ്ങളൊക്കെ വേണം. രാത്രി നൈറ്റ് വേണമെന്നുണ്ടെങ്കിൽ 10,000.
ഏറ്റവും കൂടിയ മോഡൽ അതിൻ്റെ? കൂടിയ മോഡൽ എന്ന് പറയുമ്പോൾ 700. അതിനുള്ള വാറൻറ്റിയോ കാര്യങ്ങളോ എല്ലാം ഉണ്ടാവും? വാറൻറ്റി ആയിട്ട് ഒന്നും ഉണ്ടാവില്ല. കൊടുക്കാൻ വാറൻറ്റി ആയിട്ട് വരില്ലല്ലേ? നമ്മൾ കൊടുക്കേണ്ടിയിരിക്കുന്നു. കൂടിയതാണ് 600 രൂപ. കുറച്ചും കൂടെ വലുതാണല്ലോ കുറച്ചും കൂടെ. ഓ 2 ലൈറ്റ് ഉണ്ടല്ലേ? പക്ഷെ അത്യാവശ്യം അടിപൊളി വെളിച്ചമാണ്. നല്ല പ്യുവർ വൈറ്റ് വെളിച്ചമാണ്. പ്യുവർ വൈറ്റ്. കത്തിച്ചണിക്കാൻ പറ്റുമോ? ഓ ഓ നല്ല രീതിയിൽ തന്നെ വെളിച്ചം. കുറച്ചുകൂടെ ഹെവി ആയിട്ടുള്ള വണ്ടികൾക്ക് വേണ്ടിയാണ് ഹിമാലയൻ, ബുള്ളറ്റ് അങ്ങനത്തെ അത്യാവശ്യം വെയിറ്റ് ഉണ്ട്. അത് താങ്ങാൻ പാകത്തിന് ക്രാഷ് കാർഡ് മെയിൻ ആയിട്ട് വെക്കല്ലേ. എക്സ്ട്രാ എന്തെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്യേണ്ടി വരും. ക്ലാമ്പ് നിങ്ങൾ ചെയ്യും അത്? ഫിറ്റിംഗ് കാര്യങ്ങളൊക്കെ ഉണ്ടല്ലേ? അല്ല ഫിറ്റിംഗ് എല്ലാം ഉണ്ട്. അതിലിപ്പോൾ ഏറ്റവും കൂടുതൽ ഈ ടൈമിൽ മൂവിങ് ഉള്ള സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ടെയിൽ ടൈഡിങ്, ഇൻഡിക്കേറ്ററും ആ ഒരു സെറ്റപ്പാണ്. നമ്മുടെ ടെയിൽ ടൈഡി ബാക്കിൽ ചെയ്യണ പരിപാടി. ഇപ്പോൾ ടെയിൽ ടൈഡി വരുന്നുണ്ട്. ഇതാകുമ്പോൾ 1100 രൂപ വരും. ഇതാകുമ്പോൾ അഡ്ജസ്റ്റ്. ഇത് ഏത് വണ്ടി ഞങ്ങൾ യൂസ് ചെയ്യണം? ശരി, ഇത് ഡ്യൂക്കിന് യൂസ് ചെയ്യും. RC, NS എല്ലാ വണ്ടിക്കും ഒരുവിധം എല്ലാ വണ്ടിക്കും നമ്മൾ സെറ്റ് ചെയ്ത് കൊടുക്കാറുണ്ട്. ഇത് ചിലപ്പോൾ ഈ ഹോള് കറക്റ്റാവില്ല, പക്ഷെ നമ്മൾ അതെങ്ങനെയെങ്കിലും അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാറുണ്ട്. ഇത് ഫുൾ അഡ്ജസ്റ്റബിൾ, ഇൻഡിക്കേറ്റർ എല്ലാം അഡ്ജസ്റ്റബിൾ ആണല്ലേ? ഇത് ഇവർ ആ സ്റ്റിക്ക് വർക്കിംഗ് നടക്കുന്ന ഷോപ്പാണ്. ഇത് തൃശ്ശൂർ കൊടുങ്ങല്ലൂർ SM എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഷോപ്പ്. ജസ്റ്റ് ഇവരെ ഹെൽമെറ്റ് ഷോപ്പിൽ നിന്ന് ഒരു 200 മീറ്റർ ദൂരം ഉണ്ടാവുള്ളൂ ഈ ഷോപ്പിലേക്ക്. ഇവിടെ ഇപ്പോൾ ഒരു കാറിൻ്റെ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. ജസ്റ്റ് ഇത് കൂളിംഗ് അടിക്കാൻ വന്ന വണ്ടിയാണോ? കൂളിംഗ് അല്ലേ? ഓക്കെ. ഇത് ഇവിടെ സ്റ്റിക്ക് വർക്കിംഗ് കാറിലൊക്കെ കഴിഞ്ഞൊരു വണ്ടിയാണ് ഇത്. ഓക്കെ, ഇത് ഫുൾ സ്റ്റിക്ക് വർക്കിംഗ് കാറിലൊക്കെയാണ്. ഹെഡ് ലൈറ്റ് മോഡിഫൈ ചെയ്തിട്ടുണ്ട്. ഇത് ഇവിടെ മോഡിഫിക്കേഷൻ കാറിലൊക്കെ നടത്തിയിട്ടുണ്ട്. ജസ്റ്റ് മിററും കാറിലൊന്നും മാറ്റിയിട്ടൊന്നുമില്ല. സ്റ്റോക്ക് മിറേഴ്സും കാറിലാണ്. സ്റ്റിക്ക് വർക്കിംഗ് ആണ് മെയിനായിട്ട് ഇവിടെ ചെയ്തിട്ടുള്ളത് ഈ വണ്ടിയിൽ. If we try to believe in anything greater than a miracle, it wouldn't be this difficult. If we try to be a negative bull, yeah, we could be taking control, yeah. If we try to believe in anything greater than a miracle,